വീണ്ടും മോദി പറഞ്ഞത് ശരിയെന്ന വെളിപ്പെടുത്തലുമായി വ്യോമസേന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. വ്യോമസേനാ മേധാവിയുടെ വെളിപ്പെടുത്തലാണ് വീണ്ടും ചർച്ചയായിരിക്കുന്നത്. ആ പ്രതികരണം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. വ്യോമാക്രമണ സമയത്ത് ഇന്ത്യക്ക് റഫാൽ ഉണ്ടായിരുന്നുവെങ്കിൽ കഥ മാറുമായിരുന്നു എന്നാണ് വ്യോമസേനാ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. റഫാൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പാകിസ്ഥാനെതിരായ വ്യോമാക്രമണത്തിൽ ഇന്ത്യക്ക് കൂടുതൽ മുൻതൂക്കം ലഭിക്കുമായിരുന്നുവെന്ന് വ്യോമസേനാ മേധാവി BS ധനോവ മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യോമസേനാ മേധാവിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പുൽവാമ ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഫെബ്രുവരി 26-ന് ഇന്ത്യ ബലാകോട്ട് വ്യോമാക്രമണം നടത്തിയിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചു. അതിനെ വ്യോമസേന വിജയകരമായി പ്രതിരോധിക്കുകയും ചെയ്തു. MiG-21 ബൈസൺ മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ആധുനികവൽക്കരിച്ചതിനാലാണ് പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനത്തെ നേരിടാനായത്. അതേസമയം ഇന്ത്യയുടെ പക്കൽ റഫേൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ മേൽക്കൈ ലഭിക്കുമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സൈന്യത്തെ ശക്തിപ്പെടുത്താൻ മോദി സർക്കാർ നടത്തുന്ന നീക്കത്തെ എതിർക്കുന്ന കോൺഗ്രസ് അന്ധമായി തന്നെ റഫാൽ കരാറിനെ എതിർക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വ്യോമസേനാ മേധാവിയുടെ പരാമർശം എന്നതും ശ്രദ്ധേയമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ സൈനിക മേഖലയെ ഉപയോഗിക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപങ്ങൾക്ക് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു. അതായത് സൈനിക നീക്കങ്ങളെ പ്രതിരോധത്തിനായി ഉപയോഗിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് കുഴപ്പമെന്ന് പ്രധാനമന്ത്രി ചോദിച്ചിരുന്നു. കർഷകരുടെ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്ന പ്രതിപക്ഷ പാർട്ടികളെ പോലെയാണ് ഭരണപക്ഷം സൈനികരുടെ വിഷയങ്ങളും ഉയർത്തിക്കാട്ടുന്നതെന്നൊക്കെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്നാലെയാണ് വ്യോമസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. വ്യോമാക്രമണ സമയത്ത് ഇന്ത്യക്ക് റഫാൽ ഉണ്ടായിരുന്നുവെങ്കിൽ കഥ ഇതായിരിക്കില്ല എന്നാണ് BS ധനോവ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. റഫാൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് വലിയ മേൽക്കൈ കിട്ടും, കൂടുതൽ മുൻതൂക്കം ലഭിക്കും, തകർക്കുമായിരുന്നു ഇന്ത്യ എന്നൊക്കെയാണ് BS ധനോവ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇക്കാര്യം പലപ്പോഴും സൂചിപ്പിച്ചിരുന്നത്, ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിനെയൊക്കെ ന്യായീകരിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇത്തവണ BS ധനോവയുടെ നിലപാട്. അതായത് പുൽവാമ ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ ബലാകോട്ട് നൽകിയ തിരിച്ചടിയിൽ കുറച്ചുകൂടി കരുത്തുറ്റ റഫാൽ ഉണ്ടായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടത്തിയ പാക് യുദ്ധവിമാനങ്ങൾ കടന്നു വന്നപ്പോൾ മിറാഷും ബൈസണും ഉപയോഗിച്ച് ഇന്ത്യ തകർത്തതിനേക്കാൾ കൂടുതൽ വലിയ ഫലം റഫാലിലൂടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് BS ധനോവ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ പക്കൽ റഫാൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടുതൽ ഇന്ത്യ മിന്നിച്ചേനെ എന്ന നേരത്തെയും നിലപാടുകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ BS ധനോവ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വലിയ വിമർശനങ്ങൾ കോൺഗ്രസ്, പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ, റഫാൽ വിഷയത്തിൽ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സമയത്താണ് വ്യോമസേനാ മേധാവിയുടെ പ്രതികരണം വന്നതും എന്നത് ശ്രദ്ധേയമാണ്.